എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ദൈവതുല്യനായ ദാസേട്ടനെ നമ്മുടെ ശാന്തിയെയും പെട്ടെന്ന് ആ ദൈവം കൊണ്ടുപോകുന്ന കരുതിയില്ല ചേച്ചി. എന്തിനാ ദൈവം നമ്മളെയൊക്കെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദാസേട്ടൻ ഇന്ന് വരെ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നിട്ടും എന്തിനാ ദൈവം ദാസേട്ടനെ ഇങ്ങനെ ശിക്ഷിച്ച്? സ്വന്തം കൈകൊണ്ട് കൊന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിരുന്ന് പൂങ്കണ്ണീരൊഴുക്കുന്നു. നമ്മുടെ വംശത്തിലെ ശാപത്തിനെ കുറിച്ച് സ്വാമിജി പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. ഒടുവിൽ ആ ശാപം വല്യച്ഛനെ തന്നെ വേട്ടയാടുമെന്ന് ഞാൻ കരുതിയില്ല. ആ ആഭരണങ്ങളുടെ പേരിൽ ദൈവം വല്യച്ഛനെ അങ്ങ് കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. നിർത്തണേ നിന്റെ നാടകം. വിട് ദേവനെ, വിട് വിട് ദേവനെ, വിട്. മര്യാദയ്ക്ക് സത്യം പറയടാ. എന്ത് സത്യോ ദേവ? നിന്റെ ഈ അഭിനയം ഇവിടെ വെച്ച് നിർത്തിക്കോണം. സത്യം പറയടാ. ആരഭിനയിച്ചെന്ന ദേവ? നീ എന്താ ഇങ്ങനെയൊക്കെ? എന്റെ മോനെ വീട് ദേവ. ദേവ, നീ എന്താടാ ഈ കാണിക്കുന്നേ? വിടില്ല ഇന്ദു, ഇതിനെല്ലാം കാരണം ഇവനാ. സത്യം പറയടാ. നീയൊക്കെ തന്നെയല്ലടാ ഇതിന്റെ പുറകിൽ. പറയടാ. എന്റെ മോൻ എന്ത് ചെയ്തെന്ന ദേവ? വിടവനെ, അവനൊന്നും അറിയില്ല. അവനൊരു പാവ. ശരിയാ, ഇവനൊന്നും അറിയാത്തവനാ. നിങ്ങൾക്കും ഒന്നും അറിയില്ല അല്ലേ? രണ്ടുപേരും പഞ്ചപാവങ്ങളാ. ഒന്ന് വീട് ദേവ, അവനെ വിടാൻ. മോനെ ദേവ, എന്താ നിനക്ക് പറ്റി? ഇന്ദു, ഇവനും ഇവന്റെ അമ്മയും കൂടെ ചേർന്നോണ്ട് ശാപത്തിന്റെ പേരും പറഞ്ഞ് എന്റെ അച്ഛനെയും അമ്മായിനെയും കൊന്നു കളഞ്ഞതാ. ദേവ, ഞാൻ ആരെ കൊന്ന? എടാ, നീയാ ഇത് ചെയ്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മര്യാദയ്ക്ക് പറഞ്ഞോ, എന്തിനു വേണ്ടി എങ്ങനെയൊക്കെ ചെയ്തേ? ദേവാ, ചെറിയമ്മയ്ക്കും അച്ഛനും അപകടം പറ്റിയതല്ലേ, പിന്നെ ഇവരെന്തിനാ പഴിക്കുന്നേ? അത് അപകടമൊന്നും ആയിരുന്നില്ല അടുത്തി. അമ്മയും മോനും കൂടി ചേർന്ന് ശരിക്ക് പ്ലാൻ ചെയ്ത് ഇതൊരു ആക്സിഡന്റ് ആക്കി വരുത്തി തീർത്തതാ. വൈദ്യരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്ന അച്ഛനെയും അമ്മായിനെയും അങ്ങോട്ട് പോകാൻ അനുവദിക്കാതെ ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയത് ഇവനാ. പരമ്പരാഗത സമ്പത്ത് കൊടുത്താലേ ഇവനെ വിടുള്ളൂ എന്ന് അച്ഛനോട് പറഞ്ഞു. പക്ഷെ ഇവൻ പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ആരുമില്ല. വീണ്ടും ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ വൈദ്യരുടെ അടുത്തേക്ക് പോവാന്ന് എന്നെ വിളിച്ച് പറഞ്ഞതാ. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ അങ്ങനെ ഞങ്ങളെ വിളിച്ച് പറയേണ്ട കാര്യം എന്താണ്? സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി ഇവര് തന്നെയാ എന്റെ അച്ഛനെയും അമ്മായിയും പിടിച്ചോണ്ട് പോയി. ഇവര് പിടിക്കപ്പെടുന്ന ആയപ്പോഴേക്കും അച്ഛനെ കൊണ്ട് മനഃപൂർവ്വം എന്നെ വിളിപ്പിച്ചു. പക്ഷേ അപകടം സംഭവിച്ചാണെന്ന രീതിയിൽ ടിവിയിൽ വാർത്തയും വന്നു. ആക്സിഡന്റ് ആണെന്ന് ഇവരാണ് വരുത്തി തീർത്തത്. അവിടെ എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം? അത് ഇവരാ ചെയ്തെന്നുള്ളതിന് തെളിവെന്താ ഉള്ളേ? അങ്ങനെ ചോദിക്കും മോളെ. ഇനി ഒരിക്കലും ഈ വീട്ടിൽ കാലുകൂത്തില്ലെന്ന് ശപഥം ചെയ്തിട്ട് പോയവളാ. പക്ഷേ ദാസേട്ടൻ പോയപ്പോ
കൗസല്യേച്ചിയുടെ സങ്കടത്തെക്കുറിച്ച് ഞാൻ ഓർത്തത്. പരിഭവവും വാശിയെല്ലാം മറന്ന് ചേച്ചിയെ സമാധാനിപ്പിക്കാൻ ഓടി വരുമായിരുന്നു. അങ്ങനെയുള്ള ഞങ്ങളെ നീ കൊലപാതകികളാക്കുന്നോ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം? സ്വത്ത് കൈക്കലാക്കാനോ? ഒന്നും വേണ്ടെന്ന് വെച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയവളാ ഞാൻ. പിന്നെ എന്തിനു ഞാൻ ഇവരെ കൊല്ലണം? ഈ സ്വത്ത് കൈക്കലാക്കുന്ന കാര്യമല്ല, ഇതിനേക്കാൾ ഇരട്ടി വിലയുള്ള 100,000 കോടികളല്ലേ നിലമാളികയിൽ ഉണ്ടായിരുന്നത്. എന്നെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയത് നീയല്ലേ? ഭഗവാന്റെ ആഭരണങ്ങൾ എടുക്കാൻ ഞങ്ങൾ നിലമാളികയിലേക്ക് പോയപ്പോ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ആ ആഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് നീയല്ലേ? എന്തൊക്കെയാ മോനീ പറയുന്നത്? സത്യാണമ്മേ, നിങ്ങളെല്ലാവരും പേടിക്കുമെന്ന് കരുതിയ അന്ന് ഭഗവാന്റെ സ്വർണം കിട്ടിയെന്ന് നിങ്ങളോട് എല്ലാവരോടും കള്ളം പറഞ്ഞത്. ആ ആഭരണങ്ങൾ മോഷ്ടിച്ചത് ഇവരാ. എന്നിട്ട് ബാക്കിയുള്ള സ്വത്തിന് വേണ്ടി ഡേവിഡിനെ ഭീഷണിപ്പെടുത്തി. ആ ഭീഷണി കേട്ടതും ഇവരെന്തിനും തയ്യാറാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇത് അവിചാരിതമായി ഉണ്ടായ ആക്സിഡന്റ് അല്ല അമ്മേ. നിലമാളികയിലെ സ്വത്ത് കൈക്കലാക്കാൻ ഇവര് ചെയ്യിച്ചതാ. എന്തൊരു ക്രൂരതയത്! ആ സമ്പത്തിന് വേണ്ടി എന്റെ മക്കളെ രണ്ടുപേരെ കൊന്നുകളഞ്ഞല്ലേ? ഇല്ലമ്മേ, ദേവൻ എന്തോ ആവേശത്തിൽ പറയുന്നതാണെന്നാ കരുതിയെ. അമ്മ അങ്ങനെ തന്നെ പറയരുത്. ഇതങ്ങനെ ആവേശം കൊണ്ട് പറഞ്ഞൊന്നുമല്ല. ഫോൺ ചെയ്ത് ആഭരണത്തിന്റെ കാര്യം സംസാരിച്ചത് നിങ്ങൾ തന്നെയാ. ഞാൻ എന്റെ ഫോണിലെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. ആഭരണങ്ങളുടെ പേര് പറഞ്ഞ് നീ ഭീഷണിപ്പെടുത്തിയോ? ദൈവം പറഞ്ഞ സത്യമാണോ? പറ സുഹാസിനി. ശരിയാണമ്മേ. ഞാൻ തന്നെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയേ. ആ സമ്പത്ത് തന്ന ആഭരണങ്ങൾ തരാന്ന് പറഞ്ഞു. സത്യം തന്നെയാ. പക്ഷെ ദാസേട്ടന്റെ മരണത്തിന് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇതെന്തു പണിയാ? തെളിവുട്ടെന്ന് പറഞ്ഞതും പേടിച്ചെന്ന് തോന്നുന്നു. അത് മറ്റാരുടെയെങ്കിലും ശബ്ദമാണെന്ന് തീർത്തങ്ങ് പറഞ്ഞാ പോരായിരുന്നു. കേട്ടല്ലോ എന്തു? സമ്പത്ത് കൊടുത്ത ആഭരണം തിരിച്ചു തരാത്രേ. അപ്പൊ ആഭരണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് മനസ്സിലായി. അതിനർത്ഥം അത് നിങ്ങൾ തന്നെയാ മോഷ്ടിച്ചത്. അല്ല, ആ സ്വർണം ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ല. എന്റെ മോനും കൂടി അവകാശപ്പെട്ട പരമ്പരാഗത സ്വത്ത് നീ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടെന്ന് കരുതി അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇല്ലാത്ത സ്വർണം ഉണ്ടെന്ന് ഞങ്ങൾ നുണ പറഞ്ഞു. അങ്ങനെയല്ല ചെറിയമ്മേ. ചെറിയമ്മ ഇപ്പോഴാണ് നുണ പറയുന്നത്. ആ ആഭരണങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അത് കയ്യിലുണ്ടായിരുന്നെങ്കിൽ അതുമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കടന്നാ പോരായിരുന്നോ? പിന്നെ ഞങ്ങൾ എന്തിനു നിന്നെ തിരിഞ്ഞു നോക്കണം? ശരിയാണ്, അതിന്റെ ഒരു കാര്യവുമില്ല. പക്ഷെ അത്യാഗ്രഹം കിട്ടിയതിനേക്കാളും പല മടങ്ങ് നേടിയെടുക്കാനുള്ള കൊതിയുണ്ട്. ആ കൊതി മൂത്തപ്പോ സമ്പത്ത് മുഴുവൻ എന്റെ കൈവശമുണ്ടെന്ന് അറിഞ്ഞതും നിങ്ങളുടെ കയ്യിൽ ആ സ്വർണ്ണം ഉണ്ടെന്നുള്ള സത്യം വെളിപ്പെടുത്തി. അല്ല, ആ ആഭരണങ്ങൾ ഉണ്ടെന്ന് നീ പറഞ്ഞതിന്റെ പേരിലല്ലേ അത് ഞങ്ങളുടെ അടുത്തുണ്ടെന്ന് കരുതി എന്റെ മോനെ പിടിച്ചു കെട്ടിയിട്ട് ജീവൻ പോകത്തക്ക രീതിയിൽ ഇവനെ ടോർച്ചർ ചെയ്തത്. ഇല്ലാത്ത സമ്പത്ത് ഉണ്ടെന്ന് പറഞ്ഞ് ഈ കുടുംബത്തെ മൊത്തം ആപത്തിലേക്ക് നയിച്ചത് നീ ഒരുത്തരാണ് ദേവ. എന്താ ചെറിയമ്മയെ കേക്കണേ? അങ്ങനെ ഒരു സമ്പത്ത് ഇല്ലെന്നോ? ദേവൻ കള്ളം പറഞ്ഞതാണെന്നോ? അതെ, അങ്ങനൊന്നില്ല. പക്ഷെ അതുണ്ടെന്ന് ദേവൻ ഒരു നുണ പറഞ്ഞപ്പോ അത് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ. അതുകൊണ്ടാണ് വരുണിനെ ആരോ പിടിച്ചോണ്ടു പോയത്.
എന്റെ മോനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാ ഭഗവാന്റെ ആഭരണങ്ങൾ എന്റെ അടുത്തുണ്ടെന്ന് ഞാൻ കള്ളം പറഞ്ഞത്. നിലമാളികയിലെ സ്വത്തിന് ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആഭരണങ്ങളൊന്നും ഞങ്ങൾ തൊട്ടിട്ടില്ല. ഞങ്ങൾ ആരെയും കൊല്ലാനും ശ്രമിച്ചിട്ടില്ല. ഇത് സത്യമാണ്. നിലമാളികയിലെ സമ്പത്ത് മോഹിച്ചു വന്നിരിക്കുന്ന ആ ആളുകൾ തന്നെയായിരിക്കും ശാന്തി ദാസേട്ടനെ കൊന്നെ. ദേവാ, ഇല്ലാത്തൊരു സമ്പത്തുണ്ടെന്ന് നീ പറഞ്ഞതുകൊണ്ടാ ഈ അപകടങ്ങളെല്ലാം ഇവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ശരിയാ, സമ്പത്തുണ്ടെന്ന് നുണ പറഞ്ഞ് അച്ഛനും ഉമ്മായും മരിക്കാൻ ഒരു വിധത്തിൽ നീയും കാരണമായിരിക്കാം ദേവ. എന്താ പറഞ്ഞത്? നിലമാളികയ്ക്കുള്ളിൽ സമ്പത്തുണ്ടെന്ന് ഞാൻ നുണ പറഞ്ഞെന്നോ? എനിക്കും വൈദേഹിക്കുമല്ലാതെ ആ രഹസ്യം അറിയുന്നത് ഈ ലോകത്തെന്റെ അച്ഛനും മാത്രമാണ് വരും. അപ്പൊ ഈ സത്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അങ്ങനെയെങ്കിൽ എന്റെ അച്ഛനെ കിഡ്നാപ്പ് ചെയ്തത് നിങ്ങളാണ്. സ്വത്തൊന്നും ബാക്കിയില്ലെന്നറിഞ്ഞപ്പോ എന്റെ അച്ഛനെ അങ്ങ് കൊന്നുവല്ലേ? പറയടാ. ശരിയാണ്, എന്നോട് പോലും ദാസേട്ടൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ മോൻ പറഞ്ഞതാ സത്യം. അപ്പൊ നീയാണ് സുഹാസിനി എന്നെ വിധവയാക്കിയത്. എന്തിനാ നീ എന്നോട് ഇങ്ങനെ ഒരു ചതി കാണിച്ചത്? സങ്കടപ്പെടലേ. ഇല്ല കൗസല്യേച്ചി, ഈ സത്യം ദാസേട്ടൻ എന്നോട് പറഞ്ഞത്. ആ സ്വത്തിന് വേണ്ടി എന്റെ മോനെ ആരൊക്കെ പിടിച്ചുകൊണ്ട് പോയിന്ന് അറിഞ്ഞപ്പോ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ദാസേട്ടനെ വിളിച്ചിരുന്നു. അതിനങ്ങനെ ഒരു സ്വത്ത് ഇല്ലെന്നാ പറഞ്ഞേ. അങ്ങനെയാണ് ഞാൻ സത്യം അറിഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദാസേട്ടന്റെ ജീവൻ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്തിനു ഞാൻ ചേച്ചിയോട് അങ്ങനെ ചെയ്യണം? ആസ്തിയോ ഇല്ലാതായി കഴിഞ്ഞു. എന്നാ ചേച്ചിയെ ഒന്ന് സമാധാനിപ്പിക്കാന്ന് കരുതിയ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ചേച്ചി, അങ്ങനെയല്ലല്ലോ ചെറിയമ്മേ. ഇപ്പോഴും ചെറിയമ്മ പറയുന്നത് പച്ചക്കള്ളം. നിങ്ങളുടെ മോനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയിട്ടുണ്ടാവും. പക്ഷെ അത് സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടി ആയിരുന്നില്ല. ആ സത്യം ചെറിയമ്മയ്ക്കും അറിയാം. മതി വൈദേഹി, കറങ്ങി തിരിഞ്ഞ് നിന്റെ കുഞ്ഞിന്റെ നേരെ വരൂന്ന് കരുതി വരുണിനെ ആന്റിയെ കുറ്റക്കാരാക്കാൻ നോക്കൂ അല്ലേ? എന്റെ കുഞ്ഞിനെ ആരെന്ത് പറയാനാ? ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് ഈ വീട്ടിലെ കാലനെന്ന് ഇന്നലെ ആ കൈനോട്ടക്കാരി പറഞ്ഞപ്പോ അവര് കാശുണ്ടാക്കാൻ പറഞ്ഞ കഥയാണെന്നാ ഞാൻ കരുതിയത്. ശുഭം തന്നെ അശുഭമായി മാറാൻ പോവുകയാണേ. ഉണ്ടാവാൻ പോകുന്നത് നല്ലതിനല്ല, പ്രാണൻ എടുക്കുന്ന പാഷാണമാണത്. നിങ്ങളുടെ വംശത്തെ നശിപ്പിക്കാൻ ജനിക്കുന്നവൻ എല്ലാം നശിപ്പിച്ചിട്ടേ അടങ്ങൂ. ആരെങ്കിലും ആ വാക്ക് വിശ്വസിച്ച് കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുമായിരുന്നു. ഇതിനെല്ലാം കാരണം നിന്റെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞാണ്. അനാവശ്യം പറയരുത് ചേച്ചി. എന്റെ കുഞ്ഞ് എന്റെ അമ്മയ്ക്കും ഡേവിഡിന്റെ അച്ഛനും കാലനാണെന്നോ? ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റു വൈദേഹി? അതാണ് സത്യം. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ ഈ വീട്ടിലെ വിളക്കണച്ചു കളഞ്ഞത്. ഈ വീടിന് കുടുംബനാഥൻ ഇല്ലാതാക്കിയത്.
അമ്മയെ ഇങ്ങനെ വിധവയുടെ കോലം കെട്ടിക്കാൻ ഇടയാക്കിയത്. ഒടുവില് നിന്റെ സ്വന്തം അമ്മയെ പോലും നിനക്ക് നഷ്ടപ്പെടുത്തിയില്ലേ? ശാപവും ചുമന്നുകൊണ്ട് വരുന്നത് നിന്റെ വയറ്റിലെ കുഞ്ഞാ. ദേവാ, ആരെന്ത് പറഞ്ഞാലും കൊള്ളാം, ഇതാണ് സത്യം. ആ കൈനോട്ടക്കാരി പറഞ്ഞത് എന്തൊക്കെയാ? ഇനി എന്തൊക്കെയാണാവോ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? അതാണ് സത്യം. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ ഈ വീട്ടിലെ വിളക്കണച്ചു കളഞ്ഞത്, ഈ വീടിന് കുടുംബനാഥൻ ഇല്ലാതാക്കിയത്, അമ്മയെ ഇങ്ങനെ വിധവയുടെ കോലം കെട്ടിക്കാൻ ഇടയാക്കിയത്. അച്ഛനെയും അമ്മയെയും മറക്കാൻ വലിയ പാടാ വൈദേഹി, അതിന് കഴിയൂല. പക്ഷേ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ മറക്കാൻ പാടില്ല. ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ നീ ശ്രമിക്കണം. നമ്മുടെ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാ ദേവേട്ട അതിനെ കുറിച്ച് എന്തൊക്കെയോ ഓർമ്മയിലേക്ക് പറഞ്ഞത്? അവര് രണ്ടുപേരും മരിച്ചു പോകാൻ കാരണം നമ്മുടെ കുഞ്ഞാണോ? അല്ല വൈദേഹി, അവരുടെ ചിന്താഗതിയാണ് തെറ്റ്. അത് ചിലപ്പോൾ വിദ്വേഷമായിരിക്കാം, അസൂയായിരിക്കാം. അതോർത്ത് വിഷമിക്കാൻ നിന്നാ പിന്നെ അതിന് മാത്രമേ നേരം ഉണ്ടാവൂ. അത് നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെയും ബാധിക്കും. എന്നാലും അങ്ങനെയൊക്കെ പറയാൻ ഓർമ്മയിലേക്ക് എങ്ങനെ നാവ് പൊങ്ങി? കുഞ്ഞിന്റെ കാര്യത്തിൽ നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടതാ. അടുത്ത തലമുറ ഉണ്ടാവാൻ പോകുന്നു അച്ഛൻ എന്തുമാത്രം സന്തോഷിച്ചതാ. ഈ വംശത്തിന്റെ വരദാനമായി നമ്മുടെ കുഞ്ഞിന് ശാപം എന്നല്ലേ പറയുന്നത്? അത് കേൾക്കാൻ എനിക്ക് പറ്റുന്നില്ല ദേവേട്ട. നമ്മുടെ കുഞ്ഞിനെ കാലൻ എന്ന് വിളിക്കുമ്പോ തൊണ്ടിന്നൊരിട്ട് വെള്ളം പോലും ഇറങ്ങുന്നില്ല. അവരെല്ലാവരും അങ്ങനെയൊക്കെ പറയും വൈദേഹി. ഇത് അവർക്ക് കിട്ടിയൊരു അവസരമാണ്. അതെല്ലാം കാര്യമാക്കാൻ നിന്നാ അതിന് മാത്രമേ നിനക്ക് സമയമുണ്ടാവൂ. അത് നമ്മുടെ കുഞ്ഞിനോട് ചെയ്യുന്ന വലിയ ദ്രോഹം കൂടിയാ. അതെ വൈദേഹി, ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുഞ്ഞാണ് നമുക്ക് ഏറ്റവും വലുത്. അതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് നമ്മളിപ്പോ ചിന്തിക്കാൻ പാടില്ല. നീങ്ങി വന്നേ, ഇവിടെ ഇരിക്കെ. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഈ ബലൂൺ നിനക്ക് ഓർമ്മയുണ്ടോ? ഇതിനുള്ളിൽ നമ്മുടെ രണ്ടുപേരുടെയും ശ്വാസം. ഇത് നമ്മുടെ സ്നേഹത്തിന്റെ ഒരു പ്രതിരൂപം കൂടിയാ. ഒരു ചെറിയ മുള്ളു കൊണ്ടിട്ടായാലും ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ എത്ര കെയർഫുൾ ആയിട്ടാ നമ്മളിത് സൂക്ഷിക്കുന്നേ.
ഇപ്പൊ നമ്മുടെ ഈ സ്നേഹത്തിന്റെ മാത്രമല്ല, നമ്മുടെ ഈ കുടുംബത്തിന്റെ പ്രതീക്ഷയും വരും തലമുറയുടെ പ്രതിരൂപവുമായ നമ്മുടെ കുഞ്ഞിനെ ഇതിനേക്കാൾ കെയർഫുൾ ആയിട്ട് നമ്മൾ നോക്കണ്ടേ? അപ്പൊ ഇത് കുടിക്കേ. കുടിക്കേ. എനിക്ക് കുടിക്കാൻ തോന്നുന്നില്ല. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ ഇത് കുടിക്കണം. അമ്മേ എനിക്ക് വിശക്കുന്നു നമ്മുടെ കുഞ്ഞ് വിളിച്ചു പറയുന്നത് എനിക്ക് കേൾക്കായിരുന്നല്ലോ. എന്താ നീ അത് കേട്ടില്ലേ? കുടിക്കേ. വലിയേട്ടാ, നാളെയല്ലേ ശ്രാദ്ധം. അതോടെ നമ്മുടെ കുടുംബത്തോട് നമുക്ക് ശാശ്വതമായിട്ട് വിട പറയേണ്ടി വരുമല്ലേ? അതെ ശാന്തമ്മേ, ശ്രാദ്ധ കർമ്മങ്ങൾ കഴിയുമ്പോ എന്നേക്കുമായി കുടുംബത്തിൽ നിന്ന് നമുക്ക് പോകേണ്ടി വരും.